നമസ്കാരം. ടാറ്റയുടെ ഇലക്ട്രിക് നിരയിലേക്ക് ഒരു പുതിയ വണ്ടി കൂടി എത്തിയിരിക്കുന്നു. ഹാരിയർ EV. അതെ, ഹാരിയർ EV. ജൂൺ 3-നാണ് ഇത് ലോഞ്ച് ചെയ്തത്. അപ്പം നമുക്ക് കിട്ടിയ വിവരങ്ങൾ വെച്ച് ഇതിനെക്കുറിച്ചൊന്ന് സംസാരിച്ചാലോ? തീർച്ചയായും. നിലവിലുള്ള ഹാരിയർ, അതായത് IC മോഡലിൽ നിന്ന് എന്തൊക്കെ മാറ്റങ്ങളോടെയാണ് ഈ ഇലക്ട്രിക് രൂപം വരുന്നത്? അതാണ് നമ്മൾ പ്രധാനമായും നോക്കുന്നത്. ശരിയാണ്. നിങ്ങളൊരു പ്രീമിയം ഇലക്ട്രിക് SUV വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഹാരിയർ EVയുടെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് എന്തായാലും നല്ലതാണ്. തീർച്ചയായും. ഇതിന്റെ ഫീച്ചറുകള്, പെർഫോമൻസ്, വില, പിന്നെ ശരിക്കും ഇതിനെന്താണൊരു പ്രത്യേകത എന്നൊക്കെ നമുക്ക് ഈ കിട്ടിയ വിവരങ്ങൾ വെച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം വിലയുടെ കാര്യം തന്നെ എടുക്കാം. ഏകദേശം ഒരു 21.5 ലക്ഷം രൂപ മുതൽ തുടങ്ങുന്നു, അല്ലേ? അതെ, സ്റ്റാർട്ടിംഗ് 21.49 ലാക്സ്, ടോപ്പ് എൻഡ് വരുന്നത് 27.05 ലാക്സ്. ഇതൊക്കെ എക്സ്-ഷോറൂം വിലകളാണ്. പിന്നെ വേരിയന്റുകളോ? 3 പ്രധാന വേരിയന്റുകളാണ്. ടാറ്റ അതിനെ പേഴ്സോണാസ് എന്നാണ് പറയുന്നത്. അഡ്വെഞ്ചർ, ഫിയർലെസ്, പിന്നെ എംപവേർഡ്. പേഴ്സോണാസ്. അതെ, 5 നിറങ്ങളുണ്ട്. നൈനിറ്റാൾ നോക്ടേൺ, എംപവേർഡ് ഓക്സൈഡ്, അങ്ങനെയുള്ള പേരുകളൊക്കെയാണ്. ഒരു മാറ്റ് ബ്ലാക്ക് ഓപ്ഷനും വരുന്നുണ്ട്. ഓ, കൊള്ളാം. ബുക്കിംഗ് എപ്പോഴാണ് തുടങ്ങുന്നത്? ബുക്കിംഗ് 2025 ജൂലൈ 2 മുതൽ തുടങ്ങുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം വിലയും വേരിയന്റുകളും ഏകദേശം മനസ്സിലായി. ഇനി ഇതിന്റെ ഹൃദയഭാഗത്തേക്ക് വരാം. ബാറ്ററിയും റേഞ്ചും. ശരി. 2 ബാറ്ററി ഓപ്ഷനുകൾ ഉണ്ട്, അല്ലേ? ഉണ്ട്. ഒന്ന് 65 കിലോവാട്ട് ബാറ്ററി. അത് റിയർ വീൽ ഡ്രൈവ് മോഡലാണ്. ഏകദേശം 308 bhp പവർ കിട്ടും. ഓക്കെ. പിന്നെ വരുന്നത് 75 കിലോവാട്ട് ബാറ്ററിയാണ്. അത് ഓൾ വീൽ ഡ്രൈവ് AWD സിസ്റ്റത്തിനൊപ്പമാണ്. അതിന് 287 bhp പവറും പക്ഷേ 504 Nm ടോർക്കുമുണ്ട്. ടോർക്ക് കൂടുതലാണ്. 75 കിലോവാട്ട് ബാറ്ററിക്ക് 627 കിലോമീറ്റർ റേഞ്ച്. അതാണ് MIDC കണക്ക്. കേൾക്കാൻ നല്ല രസമുണ്ട്. പക്ഷേ സാധാരണ നമ്മൾ റോഡിലിറക്കുമ്പോൾ ഈ കണക്ക് തന്നെ കിട്ടുമോ? അതൊരു നല്ല ചോദ്യമാണ്. ഈ MIDC റേഞ്ച് എപ്പോഴും ഒരു സ്റ്റാൻഡേർഡ് ടെസ്റ്റിംഗ് കണ്ടീഷനിലെ കണക്കാണ്. ശരിക്കും ഓടിക്കുമ്പോൾ, അതായത് റിയൽ വേൾഡിൽ, ഒരു 480 തൊട്ട് 505 കിലോമീറ്റർ വരെ കിട്ടാനാണ് സാധ്യത. അതും മോശമില്ലാത്ത റേഞ്ചാണല്ലോ. തീർച്ചയായും. പിന്നെ ഫാസ്റ്റ് ചാർജിങ്ങിന്റെ കാര്യം നോക്കിയാൽ, ഒരു 120 കിലോവാട്ട് DC ഫാസ്റ്റ് ചാർജർ ഉപയോഗിക്കുകയാണെങ്കിൽ വെറും 15 മിനിറ്റ് ചാർജ് ചെയ്താൽ 250 കിലോമീറ്റർ ഓടാൻ പറ്റും. വെറും 15 മിനിറ്റോ? അത് കൊള്ളാം. അതെ. പിന്നെ സാധാരണ 7.2 കിലോവാട്ട് AC ചാർജർ വെച്ചാണെങ്കിൽ 10% നിന്ന് 100% ഏകദേശം 10.7 മണിക്കൂർ എടുക്കും. ഓക്കെ. പിന്നെ ടാറ്റയുടെ ആ വലിയ വാഗ്ദാനം, ബാറ്ററിക്ക് ലൈഫ് ടൈം വാറന്റി, അത് ഈ സെഗ്മെന്റിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു. ഇതിന്റെ ഒരു പ്രാധാന്യം എന്തായിരിക്കും? അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഒരു ഇലക്ട്രിക് വണ്ടി എടുക്കുമ്പോൾ പലരുടെയും ഒരു പ്രധാന കൺസേൺ, അതായത് ആശങ്ക, ഈ ബാറ്ററിയുടെ ലൈഫും കാലക്രമേണ എന്ത് സംഭവിക്കുമെന്നതുമാണ്. ശരിയാണ്. അപ്പോൾ ഈ ലൈഫ് ടൈം വാറന്റി കൊടുക്കുന്നതിലൂടെ ടാറ്റ ആ ഒരു പേടിയെ ശരിക്കും അഡ്രസ് ചെയ്യുന്നുണ്ട്. ഇത് വണ്ടിയുടെ റീസെയിൽ വാല്യൂവിനെയും ചിലപ്പോൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തേക്കാം. ശരിയാണ്. പ്രകടനത്തിന്റെ കാര്യം പറഞ്ഞല്ലോ, ആക്സിലറേഷൻ. പെർഫോമൻസ് കൊള്ളാം. ബൂസ്റ്റ് മോഡില് 0 നിന്ന് 100 കിലോമീറ്റർ വേഗത എടുക്കാൻ വെറും 6.3 സെക്കൻഡ് മതി. 6.3 സെക്കൻഡ്. ഈ വലിപ്പമുള്ളൊരു SUVക്ക് അത് വളരെ മികച്ചതാണല്ലോ. അതെ, തീർച്ചയായും. ഈ പ്രകടനത്തിനും റേഞ്ചിനുമൊക്കെ ഒരു ബേസ് ഉണ്ടാവുമല്ലോ, അതിന്റെ പ്ലാറ്റ്ഫോം. ഇത് ടാറ്റയുടെ ആക്ടി EV Gen 2 പ്ലാറ്റ്ഫോമാണ്. ശരിക്കും പറഞ്ഞാൽ ലാൻഡ് റോവർ D8 ആർക്കിടെക്ചറിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ള, പക്ഷേ EVകൾക്ക് വേണ്ടി പ്രത്യേക മാറ്റങ്ങൾ വരുത്തിയൊരു പ്ലാറ്റ്ഫോമാണിത്. ലാൻഡ് റോവർ കണക്ഷൻ ഉണ്ടല്ലേ? അതെ. അതുകൊണ്ട് തന്നെ വണ്ടിയുടെ ഒരു സ്ട്രക്ചറും ബിൽഡ് ക്വാളിറ്റിയും സേഫ്റ്റിയും ഒക്കെ നല്ല സ്റ്റാൻഡേർഡിലായിരിക്കും. പക്ഷേ EV ആണെന്ന് കാണിക്കാൻ ചില മാറ്റങ്ങളുണ്ടല്ലോ. ഉണ്ട്. സൂക്ഷിച്ചു നോക്കിയാൽ കാണാം. മുന്നിലെ ഗ്രില്ല് അതൊരു അടഞ്ഞ ഡിസൈനാണ്. അതിനെ ബ്ലാങ്ക്ഡ് ഓഫ് ഗ്രിൽ എന്ന് പറയും. ബമ്പറുകളിൽ വ്യത്യാസമുണ്ട്. പിന്നെ 19 ഇഞ്ചിന്റെ എയറോ വീലുകളാണ് എയറോഡൈനാമിക്സിന് വേണ്ടിയുള്ള ഡിസൈൻ. അതോടൊപ്പം EV എന്ന ബാഡ്ജിങ്ങും ഉണ്ടാകും. കണക്റ്റഡ് ലൈറ്റ്സ് ഒക്കെ ഉണ്ടോ? ഉണ്ട്. മുന്നിലും പിന്നിലും കണക്റ്റഡ് LED ലൈറ്റുകളാണ്. അതിന് വെൽക്കം ഗുഡ് ബൈ ആനിമേഷനൊക്കെ ഉണ്ട്. ഒരു മോഡേൺ ഫീല് കിട്ടും. അകത്തേക്ക് വന്നാൽ അവിടെ കാര്യമായ മാറ്റമുണ്ടെന്ന് തോന്നുന്നു. ഫോട്ടോസ് കണ്ടപ്പോൾ ആ വലിയ സ്ക്രീൻ ശ്രദ്ധിച്ചു. ശരിയാണ്. അകത്തളം നല്ല പ്രീമിയമാണ്. 14.5 ഇഞ്ചിന്റെ വലിയൊരു സാംസങ് നിയോ QLED ടച്ച് സ്ക്രീനാണ് സെന്ററിൽ. 14.5 ഇഞ്ച്? അതെ.
അതോടൊപ്പം ഡ്രൈവർക്ക് വേണ്ടി 12.25 ഇഞ്ചിന്റെ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററുമുണ്ട്. കൊള്ളാം. മറ്റ് സൗകര്യങ്ങളോ? ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ, വെന്റിലേറ്റഡ് മൂൺ സീറ്റുകൾ, അതിന് മെമ്മറി ഫംഗ്ഷനുമുണ്ട്. പിന്നെ ഒരു ബോസ് മോഡുണ്ട്. ബോസ് മോഡോ? അതെന്താ? അതായത് പിന്നിലിരിക്കുന്ന ആൾക്ക് മുന്നിലെ കോ പാസഞ്ചർ സീറ്റ് ഒരു ബട്ടൺ വഴി മുന്നോട്ട് നീക്കാൻ പറ്റും, ലെഗ് സ്പേസ് കൂട്ടാൻ വേണ്ടി. ആഹാ, കൊള്ളാലോ. മ്യൂസിക് സിസ്റ്റം? JBLന്റെ 10 സ്പീക്കർ സിസ്റ്റമാണ്. ഡോൾബി അറ്റ്മോസ് സപ്പോർട്ടുമുണ്ട്. അപ്പോൾ ഓഡിയോ എക്സ്പീരിയൻസും മികച്ചതായിരിക്കും. ഫീച്ചേഴ്സിന്റെ കാര്യത്തിൽ ടാറ്റ കുറച്ചിട്ടില്ല എന്ന് വ്യക്തം. ഇനി ഇതിന്റെ ഓഫ് റോഡ് കഴിവുകളെപ്പറ്റി എന്തെങ്കിലും പറയുന്നുണ്ടോ? ഓൾ വീൽ ഡ്രൈവ് ഒക്കെ ഉണ്ടല്ലോ. അതെ, ഡ്യുവൽ മോട്ടോർ AWD ഉള്ളതുകൊണ്ട് ഓഫ് റോഡിംഗ് സാധ്യതയുണ്ട്. അതിനുവേണ്ടി 6 ടെറൈൻ റെസ്പോൺസ് മോഡുകൾ കൊടുത്തിട്ടുണ്ട്. റോക്ക്, ക്രോൾ, സാൻഡ് അങ്ങനെയുള്ള മോഡുകൾ. ഓക്കെ. പിന്നെ ട്രാൻസ്പാരന്റ് മോഡ് എന്നൊരു ഫീച്ചറുണ്ട്. 360 ഡിഗ്രി ക്യാമറ ഉപയോഗിച്ച് വണ്ടിയുടെ അടിയിലുള്ള ഭാഗം സ്ക്രീനിൽ കാണാൻ പറ്റും. അതെങ്ങനെ സഹായിക്കുക? കല്ലുകളോ കുഴികളോ ഉള്ള സ്ഥലത്തൂടി പോകുമ്പോൾ ടയർ എവിടെയാണ് പോകുന്നതെന്ന് കറക്റ്റായിട്ട് കാണാൻ പറ്റും. ടയർ ഡാമേജ് ഒഴിവാക്കാൻ ഇത് നല്ലതാണ്. ബൂസ്റ്റ് മോഡ്, ഡ്രിഫ്റ്റ് മോഡൊക്കെയുണ്ട്. കൊള്ളാം. സേഫ്റ്റിയുടെ കാര്യത്തിലോ? ADS ഒക്കെ ഉണ്ടോ? തീർച്ചയായും. 7 എയർ ബാഗുകൾ സ്റ്റാൻഡേർഡ് ആണെന്ന് തോന്നുന്നു. പിന്നെ ലെവൽ 2 ADS ഉണ്ട്. ലെവൽ 2 ADS? അതെ. അപ്പോൾ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ, ലെയിൻ കീപ്പ് അസിസ്റ്റ് പോലുള്ള അഡ്വാൻസ്ഡ് ഫീച്ചറുകളുണ്ടാവും. ഹൈവേ ഡ്രൈവിംഗ് ഇത് കുറച്ചുകൂടി ഈസിയാക്കും, സേഫാക്കും. വേറെ സേഫ്റ്റി ഫീച്ചേഴ്സ്? 540 ഡിഗ്രി സറൗണ്ട് വ്യൂ ക്യാമറ, ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്റർ ഒക്കെയുണ്ട്. പിന്നെ IC ഹാരിയറിന് ഗ്ലോബൽ NCAPയിൽ 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയതാണല്ലോ. ശരിയാണ്. അപ്പോൾ ഈ EV പതിപ്പിനും നല്ല സേഫ്റ്റി നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ. വേറെന്തെങ്കിലും എടുത്തു പറയേണ്ട ഫീച്ചറുകൾ? വോയിസ് കമാൻഡ് വെച്ച് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന പെനോറമിക് സൺറൂഫ്. പിന്നെ V2L, V2V ചാർജിംഗ്. V2L, V2V. ലാപ്ടോപ്പ് പോലെയുള്ള ഉപകരണങ്ങൾ ചാർജ് ചെയ്യാം. വെഹിക്കിൾ ടു വെഹിക്കിൾ ആണെങ്കിൽ ഈ കാറിൽ നിന്ന് അത്യാവശ്യമെങ്കിൽ മറ്റൊരു EVക്ക് ചാർജ് കൊടുക്കാൻ പറ്റും. അത് കൊള്ളാം. പിന്നെ സമ്മൺ മോഡ് എന്നൊരു ഫീച്ചറുണ്ട്. ഒരു തരം ഓട്ടോ പാർക്കിംഗ് ഫീച്ചർ. പുറത്തുനിന്ന് വണ്ടിയെ പാർക്കിംഗ് സ്പേസിലേക്ക് കയറ്റാനും ഇറക്കാനും പറ്റും. ഡ്രൈവ് പേ എന്നൊരു സംവിധാനവുമുണ്ട്. ഫാസ്ടാഗ് വഴിയും EV ചാർജിംഗ് സ്റ്റേഷനുകളിലും പേയ്മെന്റ് നടത്താൻ എളുപ്പമാക്കുന്നൊരു ഫീച്ചർ. ഒരുപാട് ഫീച്ചറുകളുണ്ടല്ലോ. ഇനി വിപണിയിൽ ഇത് ആരുമായൊക്കെയായിരിക്കും മത്സരം? പ്രധാന എതിരാളികൾ വരുന്നത് മഹീന്ദ്ര XEV 9e ആയിരിക്കും. പിന്നെ ഹ്യുണ്ടായി ക്രീറ്റ ഇലക്ട്രിക് വരാനുണ്ട്. അതുപോലെ BYD ആറ്റോ 3. ഓക്കെ. ടാറ്റയുടെ സ്വന്തം ലൈനപ്പിലോ? ടാറ്റയുടെ ലൈനപ്പില് നെക്സൺ EV, പിന്നെ വരാനിരിക്കുന്ന കർവ് EV എന്നിവയുടെ മുകളിലായിരിക്കും ഹാരിയർ EVയുടെ സ്ഥാനം. ഒരു ഫ്ലാഗ്ഷിപ്പ് EV ആയിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നല്ല റേഞ്ച്, ഒരുപാട് പ്രീമിയം ഫീച്ചറുകൾ, പവർഫുൾ പെർഫോമൻസ്, പിന്നെ ആരും പ്രതീക്ഷിക്കാത്ത ഓഫ് റോഡ് കഴിവുകൾ, ഏറ്റവും പ്രധാനമായി ആ ലൈഫ് ടൈം ബാറ്ററി വാറന്റി. അതെ, അത് മറക്കരുത്. ഇതെല്ലാം കൂടി ചേരുമ്പോൾ ടാറ്റ ഹാരിയർ EV ഇന്ത്യ ഇലക്ട്രിക് വാഹന വിപണിയിൽ എന്തായാലും ഒരു പ്രധാന കളിക്കാരനാകും. തീർച്ചയായും. നിങ്ങൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഫീച്ചറുകൾ ഒരുപാടുള്ള, എന്നാൽ നമുക്ക് പരിചിതമായ ഒരു ഡിസൈനിലുള്ള EV ആണ് നോക്കുന്നതെങ്കിൽ ഹാരിയർ EV എന്തായാലും പരിഗണിക്കേണ്ട ഒരു ഓപ്ഷനാണ്. ആ ഓഫ് റോഡ് സാധ്യതകളും ഒരു ബോണസാണ്. അതെ. അപ്പോൾ നമ്മൾ ഈ ചർച്ച ഇവിടെ നിർത്തുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കാൻ ഒരു കാര്യം കൂടി പറയാം. പറയൂ. അതൊന്ന് ചിന്തിച്ചു നോക്കാവുന്നതാണ്.